ഓണാക്കിട്ടില്ല വീഡിയോ. ഭയങ്കര ഇതായില്ലേ ഇത്തിരി അടുത്തിട്ടായിട്ട്. കാട് കറുത്ത കാട് മനുഷ്യനാദ്യം പിറന്ന വീട്. എൻ്റെ ചെറുപ്പത്തിൽ നമ്മുടെ പ്രേം നസീർ ഒരു ബോട്ടിൽ ചാരിയുന്നുകൊണ്ട് പാടുന്നൊരു പാട്ടിൻ്റെ ആദ്യ വരികളാണ് ഞാൻ പാടിയത്. ഏതായാലും മൾട്ടിപ്പിൾ ഐ ക്രിയേഷൻസിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആ കാടെന്ന പാട്ട് തുടങ്ങാൻ കാര്യം, നമ്മളിന്ന് പോകുന്നത് വാഴച്ചാൽ ഫോറസ്റ്റ് ഡിവിഷനും കേരള ഗവൺമെൻറ്റും സംയുക്തമായി നടപ്പിലാക്കി വരുന്ന ഫോറസ്റ്റ് ട്രെക്കിംഗ്, അതായത് കാൽനടയായി കാട്ടിനുള്ളിലേക്കൊരു യാത്ര. കാടിൻ്റെ മണമറിയുക, കാടിൻ്റെ സ്വഭാവം അറിയുക, കാട്ടുമൃഗങ്ങളെ നേരിൽ കാണുക, എന്താണ് വളരെ സാഹസികമെന്ന് എല്ലാവരും വിശേഷിപ്പിക്കുന്ന ആ കാനന യാത്രയുടെ റിസ്ക് എന്ന് നേരിൽ അനുഭവിക്കുക എന്നുള്ളതൊക്കെയാണ് ഈ യാത്രയുടെ ലക്ഷ്യം. ഏതായാലും ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ നിന്നും ആദ്യത്തെ പാസ് വാങ്ങിക്കൊണ്ട് ഞങ്ങൾ പുറപ്പെട്ടു. ഏതായാലും മയിലച്ഛനും മയിലമ്മയും ചേർന്നാണ് കാട്ടിലേക്ക് ഞങ്ങളെ സ്വാഗതം ചെയ്തത്. ഇത് മയിലമ്മയാണ്. ഇതാ ഒരു മയിലച്ഛൻ ഞങ്ങളുടെ ക്യാമറയ്ക്ക് വേണ്ടി എന്ന പോലെ ഭയരഹിതനായി പോസ്റ്റ് ചെയ്തുകൊണ്ട് ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെ അടുത്ത് ചെന്ന് ക്യാമറയിൽ വീഡിയോ എടുത്തിട്ടും അവന് യാതൊരു കുലുക്കവുമില്ല. ആ പോസ്റ്റിൻ്റെ ഉയരത്തിൽ കയറി ഇരുന്നിട്ട് പോലും അവൻ്റെ വാലിങ്ങനെ നിലത്ത് കിടന്ന് ഉരയുകയാണ്. ഏതായാലും ഞങ്ങൾക്ക് സ്വാഗതമേകിയത് ആ മയിലച്ഛനാണ്. ഏതായാലും ആൺമയിലിൻ്റെ സൗന്ദര്യമൊന്ന് വേറെ തന്നെ. അതിനുശേഷം ഞങ്ങൾ വാഴച്ചാൽ ഫോറസ്റ്റ് ഡിവിഷനിലെത്തി. അവിടെ രാവിലെ ഫോറസ്റ്റ് ഓഫീസേഴ്സിൻ്റെ പരേഡ് നടക്കുകയാണ്. കേഡർ ഫോഴ്സ് ആയതുകൊണ്ട് പരേഡിന് ശേഷമാണ് അവർ നിത്യേനയുള്ള ഓഫീസിലെ മറ്റ് കാര്യങ്ങളിലേക്കും ഔദ്യോഗിക കൃത്യനിർവഹണത്തിലേക്കും കടക്കുന്നത്. ആ കാഴ്ച പയ്യെ ഞങ്ങൾ വീഡിയോയിൽ പകർത്തി. തൊട്ടപ്പുറത്ത് സോജിയും ലിക്സനും ചേർന്ന് ഞങ്ങളെ അനുഗമിക്കുന്ന അനീഷ് എന്ന ഫോറസ്റ്റ് ഓഫീസറുമായി ചേർന്നുകൊണ്ട് അതിൻ്റെ രാവിലെ ഞങ്ങൾ ഇന്നലെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ബുക്കിംഗ് കിട്ടിയെങ്കിലും അതിൻ്റെ പൈസ അടക്കുന്ന പ്രോസസ്സൊക്കെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഏതായാലും ആ പ്രോസസ്സിൻ്റെ പൂർത്തീകരണത്തോടെ നടക്കുകയാണ്. ഒരാൾക്ക് 1000 രൂപ വെച്ച് ഫീസ് അടച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവർ 3 പേര് നമ്മളെ, ഈ അനീഷ് സാർ, ഇതാണ് അനീഷ് സാറ്, ഇദ്ദേഹവും മറ്റൊരു അനീഷ് സാറുണ്ട്, പിന്നെ നമ്മുടെ ട്രൈബിൽ നിന്നുള്ള ഒരു വാച്ച് ഗാർഡ് സോമൻ എന്ന് മറ്റാണ് പേര് പറഞ്ഞത്, അദ്ദേഹവും നമ്മളെ അനുഗമിക്കും. അപ്പോൾ 1000 രൂപ കൊടുത്താൽ നമുക്ക് വേണ്ട കുപ്പിവെള്ളം, അതുകൂടാതെ ഉച്ചയ്ക്ക് ഒരു 12 മണിയോടുകൂടി അവർ തരുന്ന സ്നാക്സ്, പിന്നെ വളരെ രസകരമായ ഒരു ഉച്ചയൂണ്, അതായത് വെജ് ഊണാണ് കേട്ടോ, വെജ് ഊണ്, ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് 1000 രൂപ വെച്ച് ഞങ്ങൾ 5 പേരാണ് ഈ ടീമിലുള്ളത്. 5000 രൂപ അടക്കണം. ഈ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കുന്നതിനിടക്കാണ് ആ ഫോറസ്റ്റ് ഓഫീസിൻ്റെ മുമ്പിലുള്ള ഒരു മരത്തിൽ നിന്ന്, കറുക ആ ഇനത്തിൽപ്പെട്ട മരമാണെന്ന് തോന്നുന്നു, അതിൻ്റെ കൊമ്പിലിരുന്ന് നമ്മുടെ മലയണ്ണാൻ ആഹാരം തേടുകയാണ്. ഏതായാലും ഒരു ഭാഗത്ത് രജിസ്ട്രേഷൻ്റെ നടപടികൾ പൂർത്തീകരിക്കുമ്പോൾ മറുഭാഗത്ത് പോകുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ്. ഏതാണ്ട് 10 കിലോമീറ്ററോളം. രാവിലെ 8 മണിക്ക് തുടങ്ങുന്ന യാത്ര വൈകുന്നേരം 4:30 മണിക്കാണ് അവസാനിക്കുന്നത്. ഈ സമയത്തിനുള്ളിൽ കാടിൽ വെച്ച് എന്ത് സംഭവിച്ചാലും അവിടെ റോഡോ മറ്റ് ഗതാഗത മാർഗ്ഗങ്ങളോ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ശാരീരികമായൊരു ഫിറ്റ്നസ് ഈ യാത്രയ്ക്ക് വളരെ അനിവാര്യമാണ്. ഞാൻ അല്പം ഭയത്തോടുകൂടിയൊക്കെയാണ് അതിൻ്റെ കൂടെ പോകുന്നത്. എങ്കിലും എല്ലാ ദിവസവും ഷട്ടിൽ കളിക്കുന്നുണ്ടെന്നുള്ളതും കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് ആ വ്യായാമം പിന്നെ
മുടക്കമില്ലാതെ ചെയ്യുന്നുണ്ടെന്നുള്ളതും ഈ അടുത്ത അമൃത ഹോസ്പിറ്റലിൽ പോയി കംപ്ലീറ്റ് ബോഡി ചെക്കപ്പ് ചെയ്ത് അത്യാവശ്യം ഫിറ്റാണ് എന്ന് തിരിച്ചറിഞ്ഞുള്ള ഒരു ഉത്തമ ബോധ്യത്തിലൊക്കെയാണ് ഇപ്പോൾ ഞാനും ഇതിന് ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഫോറസ്റ്റ് ഓഫീസേഴ്സ് പറയുന്നുണ്ട് ശാരീരികമായി ഫിറ്റായിട്ടുള്ളവർ മാത്രമേ ഈ യാത്രയിൽ പങ്കെടുക്കുവാൻ പാടുള്ളൂ എന്ന്. ഏതായാലും മലയണ്ണാൻ നമ്മുടെ ക്യാമറയ്ക്ക് വേണ്ടി വളരെ ഭംഗിയായിട്ട് പോസ് ചെയ്തു തരുന്നുണ്ട്. അവൻ ആ കറുകയിൽ നിന്നും തൊലി അടർത്തിയെടുത്ത് പയ്യെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്നാൽ എൻ്റെ വീഡിയോ പിടിച്ചോ എന്നുള്ള ഭാവത്തിൽ നമ്മുടെ മുമ്പിലേക്ക് നോക്കിയിരുന്ന ആ തൊലി അടർത്തിയെടുത്ത് ഇങ്ങനെ അല്പം കുറുമ്പോടുകൂടി അവനത് ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും നമ്മളുടെ ക്യാമറയ്ക്ക് ഇത്രയും മാത്രമേ സൂം ചെയ്യാൻ പറ്റുന്നുള്ളൂ, ഇല്ലെങ്കിൽ അവനെ കംപ്ലീറ്റ് അവൻ്റെ ഫേസ് കിട്ടുന്ന രീതിയിൽ സൂം ചെയ്യാമായിരുന്നു. ഇവരാണ് എന്നോടൊപ്പമുള്ള യാത്രക്കാർ. ഒന്ന് സോജി, അദ്ദേഹത്തിൻ്റെ ഭാര്യ ജിൻഡു, ഈ തൂണിനടുത്ത് നിൽക്കുന്നത് ലിക്സൺ, തൊട്ടപ്പുറത്ത് ഇരിക്കുന്നത് ചിത്ര, ജിക്സൻ്റെ ഫാമിലി ഫ്രണ്ടാണ് ലിക്സൻ്റെ. അപ്പോൾ ഇത് നമുക്ക് കാട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് അട്ടകടിയിൽ നിന്നും പ്രൊട്ടക്ഷന് വേണ്ടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തരുന്ന ഒരു കാലിനിടുന്ന ഒരു ആവരണമാണ്. നമ്മളുടെ ഷൂ അഴിച്ചതിന് ശേഷം ഈ കാക്കി നിറത്തിലുള്ള ആ ഉറ കാലിലേക്കിട്ട് പിന്നെ നമ്മൾ ഭദ്രമായി പാൻറ്റിൻ്റെ മുകളിൽ വെച്ച് കെട്ടിയതിന് ശേഷം വേണം ഷൂ ധരിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ അട്ട നമ്മളെ ശരിയാക്കും. മഴക്കാലമായതുകൊണ്ട് അട്ടകളുടെ നല്ല ശല്യമാണ്. പിന്നെ ഈ ഏതായാലും അതൊക്കെ ധരിച്ച് തയ്യാറായതിന് ശേഷം ഞങ്ങൾ യാത്രയ്ക്ക് തയ്യാറെടുത്ത് കാട്ടിലെത്തി. ജീപ്പിന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് 2.5 കിലോമീറ്റർ റോഡ് മാർഗേന കൊണ്ടുവന്ന് കാട്ടിലേക്ക് പ്രവേശിക്കുന്ന കവാടത്തിൽ ജീപ്പിട്ടതിന് ശേഷമാണ് നമ്മൾ ഒരുമിച്ച് കാട്ടിലേക്ക് യാത്ര തുടരുന്നത്. അപ്പോൾ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് ഫോറസ്റ്റ് ഓഫീസേഴ്സ് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരും. കൂട്ടം തെറ്റി പോകരുതെന്നും ഏറ്റവും പുറകിലായിട്ടാണ് നമ്മുടെ ട്രൈബ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ഗാർഡ് നടക്കുക എന്നുള്ളതും. ഇവർ ഫോറസ്റ്റ് ഓഫീസേഴ്സ് മിക്കവാറും നമ്മുടെ മുമ്പിലാണ് നടക്കാറ്. ഇതിൻ്റെ പുറകെ വേണം നമ്മൾ യാത്രക്കായി ചെന്നിട്ടുള്ളവർ വളരെ ചിട്ടയോടുകൂടി നടക്കുവാൻ. അപ്പോൾ ചെങ്കുത്തായ കയറ്റങ്ങൾ, അതായത് ഉരുളൻ കല്ലുകൾ ചവിട്ടിയുള്ള പച്ച പിടിച്ച് കിടക്കുന്ന ഉരുളൻ ചെങ്കുത്തായ കയറ്റങ്ങളും മറ്റുമുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണമെന്നവർ മുൻകൂട്ടി അറിയിപ്പ് തരുന്നുണ്ട്. പലരെയും സ്ട്രെച്ചസിലൊക്കെ എടുത്തു കൊണ്ടുപോരേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടെന്നും ഫോറസ്റ്റ് ഓഫീസേഴ്സ് നമുക്ക് പറയുന്നുണ്ട്. ഏതായാലും നമുക്ക് കാടിൻ്റെ ശബ്ദമൊന്ന് കേൾക്കാം. അതിനുവേണ്ടി അല്പം നിശബ്ദത പാലിക്കുകയാണ്. അപ്പോൾ നമ്മൾ കാട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും 4 ചുറ്റും നോക്കി നടക്കണേ. നമ്മളീ കാണുന്നത് പോലെയല്ല കേട്ടോ, ഉള്ളിൽ നല്ല ഇരുട്ടാണ്. നഗ്നനേത്രങ്ങൾ കൊണ്ട് നോക്കുമ്പോൾ നമുക്ക് നല്ല ഇരുട്ടായിട്ടാണ് ഫീൽ ചെയ്യുക. ഇത് ക്യാമറ കണ്ണുകളിലേക്ക് വള്ളികൾക്കും ഇലകൾക്കും ഇടയിലൂടെ ഈ പ്രകാശം കയറുന്നതുകൊണ്ടാണ് നമുക്ക് വിചാരിക്കുന്നതിൽ കൂടുതൽ ലൈറ്റ് ഈ വീഡിയോയിൽ ഫീൽ ചെയ്യുന്നത്. പറഞ്ഞോ. നമ്മുടെ വാഴച്ചാൽ ഫോറസ്റ്റ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ വാഴച്ചാൽ ഫോറസ്റ്റ് ഡിവിഷൻ്റെ ഈ കീഴിലുള്ള അല്ലെങ്കിൽ ആ പരിധിക്കുള്ളിൽ വരുന്നതാണ് ഈ കാട്ടുപ്രദേശം. ഈ കാട്ടുപ്രദേശം നിലകൊള്ളുന്നത് നമ്മുടെ ചാലക്കുടി പുഴയുടെ തീരത്തോട് ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ യാത്ര തുടരുന്നത്. കാടിൻ്റെ ഉയരമുള്ള പ്രദേശങ്ങളിൽ നിന്നും മഴ പെയ്തിറങ്ങുന്ന വെള്ളം കാട്ടരുവികളായി താഴത്തേക്കെത്തി പൊടിയും കല്ലും കമ്പുകളും ഒക്കെ നിറഞ്ഞു കിടക്കുന്ന ആ വഴികളിലൂടെയാണ്, അല്ലെങ്കിൽ ഉരുളൻ കല്ലുകളും പച്ച പിടിച്ച ഉരുളൻ കല്ലുകളുള്ള വഴികളിലൂടെയാണ് നമ്മൾ ഈ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചാലക്കുടി പുഴയുടെ ഓരം ആണ് നമ്മൾ ഈ കാണുന്നത്. കുറച്ചങ്ങ് ചെന്ന് കഴിഞ്ഞാൽ വിശാലമായ ചാലക്കുടി പുഴ നമുക്ക് കാണുവാൻ കഴിയും.
അങ്ങോട്ട് കണ്ട ഏകദേശം ഈ യാത്രയുടെ സമയം ഞാൻ നേരത്തെ പറഞ്ഞു 9 മണിക്കൂറോളമാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ യാത്ര പുറപ്പെട്ട് ഏകദേശം ഒരു 12:30 മണിയാകുമ്പോൾ ചാലക്കുടി പുഴയുടെ തന്നെ വളരെ ശാന്തമായിട്ട് പരന്നൊഴുകുന്ന ഒരുപാട് ഇങ്ങനെ മഞ്ഞ് കണക്ക് അല്ലെങ്കിൽ ഇങ്ങനെ പതഞ്ഞൊഴുകുന്ന ജലാശയമുള്ളൊരു പ്രദേശത്ത് എത്തിച്ചേരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ വെച്ചാണ് ഉച്ചക്ക് നമ്മൾ സ്നാക്സ് കഴിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടാണ് ഈ യാത്ര തുടങ്ങുന്നത്. ഏതായാലും ഇപ്പോൾ എല്ലാവരും യാത്ര തുടർന്ന് ഏകദേശം ഒരു 10:30 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും എത്തിയൊന്ന് തളർന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ചാലക്കുടി പുഴയുടെ ഓരമാണ് ഈ കാണുന്നതാണ് ചാലക്കുടി പുഴ. വളരെ മനോഹരമായ കാഴ്ചയാണ് ചാലക്കുടി പുഴയെ എന്നുള്ളത്. ഏതായാലും നമ്മൾ ആ ചാലക്കുടി പുഴയൊക്കെ കണ്ട് അതിൻ്റെ കാട്ടിലൂടെ കാടിൻ്റെ കണ്ടില്ലേ, നിലത്ത് മുഴുവൻ ഇങ്ങനെ കമ്പുകളും ഇലകളും പടർപ്പുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അതൊക്കെ വകഞ്ഞ് മാറ്റി അതിസാഹസികമായി നമ്മൾ യാത്ര തുടരുകയാണ്. രണ്ട് എപ്പിസോഡായിട്ടാണ് ഇത് റിലീസ് ചെയ്യുന്നത്. ഏതായാലും ഈ എപ്പിസോഡ് ഉടനെ ഇവിടെ അവസാനിക്കും. ഇതിനകത്ത് ഒരു വിഷപ്പാമ്പിനെ യാദൃച്ഛികമായിട്ട് ഞാൻ ചവിട്ടുന്നുണ്ട്. ഏതായാലും ചുരുട്ട എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട പാമ്പാണ്. ഫോറസ്റ്റ് ഗാർഡ്, ട്രൈബ് വിഭാഗത്തിൽപ്പെട്ട ഫോറസ്റ്റ് ഗാർഡാണ് ഞാൻ ചവിട്ടിയ പാമ്പിനെ എനിക്ക് കാണിച്ചു തന്നത്. അതിനുശേഷം ഈ വീഡിയോ തൽക്കാലത്തേക്ക് അവസാനിക്കും. വീണ്ടും നമ്മൾ അടുത്ത സെക്കൻഡ് പാർട്ടിൽ കാട്ടുപോത്ത് ഉൾപ്പെടെയുള്ള ഒരുപാട് വളരെ കയ്യെത്തും ദൂരത്തു നിന്ന് തന്നെ നമുക്ക് കാട്ടുപോത്തിനെ കാണാൻ പറ്റി. അവിടെ ആദിവട്ടം എന്നുള്ള ആദിവാസികളുടെ ഈ ഈറ്റ കൊണ്ട് നെയ്ത വീട്ടിലിരുന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചു. അതിനുശേഷം നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. അതൊക്കെ നമുക്ക് പച്ചിലപ്പാമ്പിനെ കണ്ടു, വഴിയിൽ മുടക്കി കിടക്കുന്ന. അതൊക്കെ നമുക്ക് രണ്ടാം ഭാഗത്ത് കാണുവാൻ കഴിയും. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നമസ്കാരം. ഇനി ഏതായാലും വീഡിയോ നിൽക്കുകയല്ല, ഈ വീഡിയോ തീരുന്നതിന് മുമ്പ് അടുത്ത ഒരു രംഗം വളരെ മനോഹരമാണ്. അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത ഒരു രംഗം കൂടി കണ്ടതിന് ശേഷം നിങ്ങൾ വീഡിയോയിൽ നിന്നും പിന്മാറും.